ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം അതായത് ഓഗസ്റ്റിലെ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റിരിക്കുന്ന വാഹന നിർമ്മാണ കമ്പനികളുടെ റീറ്റെയിൽ സെയിൽസ് ആണ്. അതായത് ഡീലർഷിപ്പിൽ നിന്ന് എന്തോരം സെയിൽസ് പോയിട്ടുണ്ട് എന്നുള്ളത്, അല്ലാതെ ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് അല്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കമ്പനികൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 17 കമ്പനികളുണ്ട്. അതിൽ തന്നെ 17th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ സിട്രോയിൻ ആണ്. സാഡ്ലി കഴിഞ്ഞ മാസം 409 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് വന്നത്. ഇതിൻ്റെ താഴെ ഇനി ജീപ്പും വേറെ കുറേ കമ്പനികളുണ്ട്, ഔഡി അങ്ങനെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം കൂടെ 3000-അടുത്ത് വിറ്റിട്ടുണ്ട്. അതെന്തായാലും പറയുന്നില്ല. ഏതായാലും കഴിഞ്ഞ മാസം 409 വണ്ടികളുടെ സെയിൽ സിട്രോയിന് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത്. സോ 2024 ഓഗസ്റ്റിൽ 411 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇവർക്ക് വന്ന്. ഇയർ ഓൺ ഇയർ ബേസിസിൽ ഭയങ്കര കൺസിസ്റ്റൻസിയാണ്. രണ്ട് വണ്ടികളുടെ വ്യത്യാസം 0.49% ഡീഗ്രോത്ത് റേറ്റേ ഉള്ളൂ. പക്ഷേ സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ അവർ C3 X ഇറക്കി, ഇപ്പോൾ ബസാൾട്ട് X ഇറക്കി. ഇനിയിപ്പോൾ മിക്കവാറും 1-2 മാസം കൊണ്ട് എയർക്രോസ് എക്സും വരും. ഈ എക്സ് സീരീസിൽ വന്നിരിക്കുന്ന വണ്ടികളെല്ലാം അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ പ്രൈസ് ആണെങ്കിലും നല്ല കോമ്പറ്റീറ്റീവ് ആണ്. കാരണം ആ സെഗ്മെൻറ്റിലുള്ള വണ്ടികളിലൊക്കെ ബേസ് മോഡൽ വരുന്ന സ്ഥലത്താണ് ഇവരുടെ ടോപ്പ് മോഡൽ വിത്ത് 360 ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സൊക്കെ വെച്ചിപ്പോൾ വരുന്നത്. ഇനി അടുത്ത കമ്പനി ജാഗ്വാർ ലാൻഡ് റോവർ അല്ലെങ്കിൽ JLR ആണ്. കഴിഞ്ഞ മാസം 442 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്കും കിട്ടിയത്. അതിൽ മേജർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാഹനം ഡിഫൻഡർ തന്നെയാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ റോഡിൽ ഡിഫൻഡർ ആണ്. എനിക്കൊന്ന് സ്വിഫ്റ്റ് ആണെന്നവർക്ക് ഇപ്പോൾ ഡിഫൻഡർ ആണ് തുടങ്ങിയത്, അറ്റ്ലീസ്റ്റ് എറണാകുളത്തെങ്കിലും. എനിവേ 2024 ഓഗസ്റ്റിൽ 517 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇവർക്ക് വന്നത്. സോ ഇയർ ഓൺ ഇയർ ബേസിസിൽ 75 വണ്ടികളുടെ വ്യത്യാസം 14.51% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് വന്നിരിക്കുന്ന കമ്പനി ഇതാണ്. ഇനി അടുത്ത് നമ്മുടെ സ്വന്തം BYD ആണ്. ഇവർക്ക് 450 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയത്. 2024 ഓഗസ്റ്റിൽ ജസ്റ്റ് 227 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പ്രോഗ്രസ് ഉണ്ട്. 223 വാഹനങ്ങളുടെ വ്യത്യാസം, അതായത് ഓൾമോസ്റ്റ് ഡബിളായി. 98.24% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഗ്രോത്ത് വന്നിരിക്കുന്ന കമ്പനി BYD തന്നെയാണ്. അതിപ്പോൾ ഒരുപാട് വണ്ടികൾ, മെയിനായിട്ട് C-Line 7 ഇറക്കി. അതിന് മുന്നേ സീൽ ഇറക്കിയായിരുന്നു. പിന്നെ E-Max 7, അങ്ങനെ കുറച്ച് വണ്ടികളുടെ അപ്ഡേറ്റ് വന്നായിരുന്നു. അതിന് മുന്നേ അറ്റോത്രയൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു മേജർ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ഈ വണ്ടികളും കൂടെ വന്ന സ്ഥിതിക്ക് ഇതും കൂടെ ഉണ്ട്. ഇനി അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 680 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. ഓഗസ്റ്റ് 2024 747 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. സോ 67 വാഹനങ്ങളുടെ വ്യത്യാസവും 8.97% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ BMW ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1273 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. 2024 ഓഗസ്റ്റിൽ 1018 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 255 വാഹനങ്ങളുടെ വ്യത്യാസവും 25.05% ഗ്രോത്ത് റേറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണ്. നമ്മുടെ ഈ ലിസ്റ്റിൽ നാലാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കിട്ടിയത് ഇവർക്കാണ്. അതിവിടെ പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ടോപ്പ് 3 ആണ് പൊതുവേ നോക്കാറ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞെന്നുള്ളൂ. കാരണം 3rd പൊസിഷനും 4th പൊസിഷനും തമ്മിൽ അങ്ങനെ വലിയൊരു വ്യത്യാസം ഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലില്ല. എനിവേ ഇനി അടുത്തത് ഇപ്പം 13th BMW വന്ന അടുത്തായിട്ട് മെർസിഡീസ് വേണമല്ലോ. സോ 12th പൊസിഷനിൽ നിൽക്കുന്ന മെർസിഡീസ് ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1305 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് 2024 ഓഗസ്റ്റിൽ 1327 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 22 വണ്ടികളുടെ വ്യത്യാസവും 1.66% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. അതായത് മെർസിഡീസിന് ചെറിയ ഡീഗ്രോത്ത്, വളരെ മിനിമലായിട്ടുള്ളൊരു ഡീഗ്രോത്തും BMWന് അത്യാവശ്യം നല്ലൊരു ഗ്രോത്തുമാണ് നമുക്ക് കഴിഞ്ഞ മാസം സെയിൽ ഇയർ ഓൺ ഇയർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന നിസാൻ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1440 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 2011 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 571 വാഹനങ്ങളുടെ വ്യത്യാസം 28.39% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി നിസാൻ ആണ്. മെയിനായിട്ട് ഇവർക്ക് ഇന്ത്യയിൽ മാഗ്നൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ പതുക്കെ ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരുടെ ഓവറോൾ സെയിൽ താഴാൻ തുടങ്ങിയത്. എന്തായാലും അടുത്ത വർഷം പുതിയ SUV വരും. അപ്പോൾ സെയിൽ തിരിച്ചു പിടിക്കുമല്ലോ എന്ന് നോക്കാം. അതുപോലെ തന്നെയാണ് ഇനി 10th പൊസിഷനിൽ നിൽക്കുന്ന റെനോയുടെ അവസ്ഥയും. ഇവരിപ്പം ട്രൈബറും കൈഗറും രണ്ടും അപ്ഡേറ്റ് ചെയ്തു. ക്വിഡ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം ആ സെഗ്മെൻറ്റിൽ ഇനി അധികം പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ളതാണ് റെനോയുടെ ഒരു വിലയിരുത്തൽ. ഏതായാലും കഴിഞ്ഞ മാസം 2593 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 3029 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 436 വാഹനങ്ങളുടെ വ്യത്യാസം 14.39% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നാലാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന കമ്പനി ഇതാണ്. അത് പറയാൻ കാരണം 3rd 4th തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുള്ളൂ. 14.51 14.39. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ഹോണ്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 4041 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. 2024 ഓഗസ്റ്റിൽ 4964 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയത്. അതായത് 923 വാഹനങ്ങളുടെ വ്യത്യാസവും 18.59% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനി ഹോണ്ടയാണ്. ഇവർക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെ ചെയ്തിട്ടും ഇവരുടെ വണ്ടികൾ ആരും വാങ്ങുന്നില്ല. പക്ഷേ വണ്ടികളെല്ലാം നല്ലതാണെന്ന് ചോദിച്ചാൽ ആണ്. 2009 മുതൽ E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഹോണ്ട ഇറക്കുന്നത്. അതെ, പക്ഷേ എനിവേ ആർക്കും ഇവരുടെ വണ്ടികളോട് വലിയ താല്പര്യമില്ല, അതായത് ഇപ്പം വാങ്ങാൻ.
ഇനി അടുത്ത 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി എം ജി ആണ്. 5717 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. 4117 വാഹനങ്ങളുടെ സെയിലായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത്. അതായത് 1600 വാഹനങ്ങളുടെ വ്യത്യാസവും 38.86% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ BYD കഴിഞ്ഞാൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ് എം ജി. മിൻസറീവിയായിരുന്നു ഇവരുടെ ലൈഫ് സേവർ. പക്ഷെ എന്തായാലും ഇവരിപ്പോൾ അതിനുശേഷം ഒരുപാട് വണ്ടികളൊക്കെ ഇറക്കി. അതായത് സൈബർ സ്റ്റാർ, MG N9, കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇനിയും ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. JSW ആയിട്ട് പണിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന സ്കോഡയും ഫോക്സ് വാഗനും ആണ്. കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം 8111 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ഓഗസ്റ്റിൽ ജസ്റ്റ് 6280 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1831 വാഹനങ്ങളുടെ വ്യത്യാസവും 29.16% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അഗൈൻ കയ്യിലേക്ക് അതിലൊരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷെ എന്തായാലും ഇവർക്ക് നന്നായിട്ട് തന്നെ സെയിൽ കൂടിയിട്ടുണ്ട് എന്ന് പറയാം. നമ്മൾ ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത് 3rd പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള കമ്പനിയും ഇത് രണ്ടും തന്നെയാണ്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 18,212 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഓഗസ്റ്റ് 2024 19,304 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് 1092 വാഹനങ്ങളുടെ വ്യത്യാസവും 5.66% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ കിയയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം ക്ലാവിസ് ആണ്, സെൽട്ടോസ് ഒന്നല്ല. ഇനി അടുത്ത നമ്മുടെ 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 24,954 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 23,582 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരുന്നത്. അതായത് 1,372 വാഹനങ്ങളുടെ വ്യത്യാസവും 5.82% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പിന്നെ 4th പൊസിഷനിൽ നിൽക്കുന്ന ടാറ്റയാണ്. ഇടയ്ക്കൊരു കാലത്ത് 2nd 3rd തമ്മിലിങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരുന്ന കമ്പനിയാണ്. കഴിഞ്ഞ മാസം 38,286 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കിട്ടിയത്. 2024 ഓഗസ്റ്റിൽ കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഇത്രയും കുറവല്ലായിരുന്നു. 39,864 വാഹനങ്ങളുടെ സെയിലായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയത്. അതായത് 1578 വണ്ടികളുടെ വ്യത്യാസം ഇപ്പോഴും ഉണ്ട്. 3.96% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന ഡീഗ്രോത്ത് റേറ്റ്. എന്തായാലും ഇപ്പോൾ കുറേ വണ്ടികൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഇനിയും ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇറക്കിയവർ ചിലപ്പം മാർക്കറ്റ് വീണ്ടും തിരിച്ചു പിടിക്കുമായിരിക്കും. നമ്മൾ കണ്ടറിയേണ്ടി വരും എന്താ സംഭവിക്കുന്നതെന്ന്. അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 42,226 വാഹനങ്ങൾ സെയിലാണ് വന്നത്. 2024 ഓഗസ്റ്റിൽ 43,438 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. അതായത് 1,212 വണ്ടികളുടെ വ്യത്യാസവും 2.79% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ സിട്രോൻ കഴിഞ്ഞ പിന്നെ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഹ്യുണ്ടായി. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ ഹ്യുണ്ടായുടെ ഒരു കോമ്പറ്റീറ്റർ മഹീന്ദ്രയാണ്. മിക്കവാറൊക്കെ ഇപ്പോൾ ഹ്യുണ്ടായി എന്ന് പറയുന്നത് മാരുതിയല്ല, ഞങ്ങൾ പേടിക്കുന്ന കമ്പനി മഹീന്ദ്രയാണെന്നാണ്. അതിൻ്റെ റിസൾട്ട് സെയിൽസിൽ നമുക്ക് കാണാനുണ്ട്. മിക്ക മാസങ്ങളിൽ ഇപ്പോൾ ഹ്യുണ്ടായി മഹീന്ദ്രയും തമ്മിൽ നല്ല കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് തന്നെ 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്രയാണ്. 43,632 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 40,569 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് 3,063 വാഹനങ്ങളുടെ വ്യത്യാസവും 7.55% ഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. ഗ്രോത്ത് നിങ്ങൾ നോക്കണ്ട, കാരണം എങ്ങനെ പോയാലും 40,000 മുകളിൽ വണ്ടികൾ വിൽക്കുന്നതാണ് ചില മാസങ്ങൾ. നമ്മളിപ്പം പ്രൊഡക്ഷൻ യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ 50,000 അടുത്തേക്ക് സുഖമായിട്ട് മഹീന്ദ്ര പോകുന്നതാണ്. ഇതിപ്പോൾ റീറ്റെയിൽ സെയിൽസ് ആയതുകൊണ്ടാണ് 43 അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഹ്യുണ്ടായിക്കാണെങ്കിലും മറ്റേ സെയിൽസ് ആണെങ്കിൽ കൂടുതലായിരിക്കും. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനിക്ക് പിന്നെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. എന്ത് കളി കളിച്ചാൽ ഇവർ തന്നെയാണ്. അതാണ് മാരുതി സുസുക്കി. കഴിഞ്ഞ മാസം 1,27,905 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. കഴിഞ്ഞ വർഷം 1,27,119 വണ്ടികളുടെ സെയിലാണ് വന്നത്. 786 വാഹനങ്ങളുടെ വ്യത്യാസം ഇത്രയും ഹൈ വോളിയം സെയിൽസ് ആയിട്ടും ആകെപ്പാടെ വന്നിട്ടുള്ളൂ. 0.62% ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഇതാണ്. മാത്രമല്ല ഇങ്ങനെ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരേ ഒരു ഗ്രോത്ത് പെർസെൻറ്റേജും ഇത് തന്നെയാണ്. സോ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.